ഇസ്മയിൽ പള്ളിപ്പുറം ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനറാണ്. ഇസ്മയിൽ പള്ളിപ്പുറം, ഈ കേസിൽ അമീറുൽ ഇസ്ലാമിന്റെ മോട്ടീവ് നേരത്തെ ഈ പെൺകുട്ടി അറിയാമായിരുന്നോ? ഈ അമീറുൽ ഇസ്ലാം തന്നെ ആദ്യം കൊടുത്തിരിക്കുന്ന മൊഴിയിൽ തന്നെ കളിയാക്കി ചിരിച്ചതിലുള്ള വൈരാഗ്യം നിമിത്തം എന്നൊക്കെ പറയുന്നത് ഒരു കൊലപാതകത്തിലേക്ക് എത്താവുന്ന പ്രധാനപ്പെട്ട മോട്ടീവായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും കണ്ടെത്തിയ തെളിവുകളെ ഹൈക്കോടതിയും വിചാരണ കോടതിയും ശരിവെക്കുമ്പോൾ ആളൂര് പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇസ്മയിൽ പള്ളിപ്പുറം? ഡോക്ടർ അരുൺ, ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ജിഷയുടെ മരണം നടന്ന ശേഷം ആ പ്രതികളെ കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തക്കതായ ശിക്ഷ നൽകിക്കൊണ്ട് ജിഷയ്ക്ക് നീതി നൽകുകയും ചെയ്യേണ്ടിയിരുന്നത് ലോക്കൽ പോലീസാണ്. ആ പോലീസ് ആദ്യ കാലഘട്ടത്തിൽ ആ കേസ് ഒന്നടങ്കം മട്ടിമറിച്ചു. ആ കേരളീയ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? അവരെ മാറ്റിക്കൊണ്ട് രണ്ടാമത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ പുതിയ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘമാണ് ഈ പ്രതിയെ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ആരാണോ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നത്, ആരാണോ കൃത്രിമ തെളിവ് ഉണ്ടാക്കിക്കൊണ്ട് കേസ് അട്ടിമറിച്ചത്, അവരുടെ തെളിവ് തന്നെ വച്ചിട്ടാണ് രണ്ടാം അന്വേഷണ സംഘം പ്രതിയെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യം ഒന്നാമത്തെ അന്വേഷണ സംഘം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ഡെമ്മി പ്രതിയെ വെച്ചുകൊണ്ടും ഈ കേസിൽ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ തെളിവുകളെ ആധാരമാക്കിക്കൊണ്ടും അവരെടുത്ത കൃത്രിമ തെളിവ് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വിചാരണ നടന്നിരിക്കുന്നത്. ഈ പ്രതി ഞാനും എൻ്റെ സഹപ്രവർത്തക അമ്പളി ഒമ്മനക്കുട്ടും കൂടിക്കൊണ്ട് വിയൂർ ജയിലിൽ പ്രതിയെ കാണാൻ വേണ്ടി ചെന്നിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ. അപ്പോൾ പ്രതി ഞങ്ങളോട് പറഞ്ഞത്, ഈ പ്രതി അതായത് മെയ് ആദ്യവാരം, മെയ് രണ്ടാമത്തെ ആഴ്ച ഇലക്ഷൻ തൊട്ട് മുമ്പ്, സംസ്ഥാന ഇലക്ഷൻ തൊട്ട് മുമ്പ് ആസാമിലാണ്. ആ സമയത്ത് കേരള പോലീസ് പ്രതിയെ വിളിച്ചു, ആസാമിലേക്ക് വിളിച്ചു. എത്രയും പെട്ടെന്ന് ആലുവയിലേക്ക് എത്തുവാൻ പറഞ്ഞു. അങ്ങനെ ആലുവയിലേക്ക് എത്തുവാൻ പറഞ്ഞു. ആലുവയിലേക്ക് എത്തിയപ്പോൾ 3 പ്രാവശ്യം ജ്യേഷ്ഠൻ ബഹാറുദ്ദീൻ്റെ കൂടെ ആലുവ പോലീസ് ക്ലബ്ബിൽ പ്രതി എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിക്കൊണ്ട് ആ സമയത്ത് ആ പ്രതിയിൽ നിന്ന് ആ ബ്ലഡ് എടുത്തില്ല എന്നാണ് ഉറപ്പ്. അതിനുശേഷം അവിടെ നിന്നാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. പിന്നീടാണ് 1 മാസത്തിന് ശേഷമാണ് ഈ പ്രതി അറസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ക്രിയേഷനാണ്. ഈ പറയപ്പെടുന്ന ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ല. ഒരു നിമിഷം ഇസ്മായിൽ, ഈ പ്രതി എപ്പോഴെങ്കിലും അമീറുൽ ഇസ്ലാം ഈ രക്തം എടുത്തിരുന്നുവെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് DNA ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ്, പ്രതിയെന്ന് സംശയിക്കുന്നതിന് മുമ്പ് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് രക്തമെടുത്തു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് 1.5 മാസം മുമ്പ് ആലുവയിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ഞാൻ 3 പ്രാവശ്യം ആലുവ പോലീസ് ക്ലബ്ബിൽ ചെന്നു എന്ന് പ്രതി പറഞ്ഞിട്ടുണ്ട്. ആ പോലീസിന്റെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ പ്രതി പെട്ടിട്ടുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ഈ പ്രതി പറയുന്നില്ല തന്റെ രക്തം ഇതിന് മുൻപ് എടുത്തിട്ടുണ്ട് എന്ന്. പ്രതി പറയാത്ത സാഹചര്യത്തിൽ നമ്മളത് അനുമാനിക്കുന്നതിൽ എന്തർത്ഥം? അല്ല, കസ്റ്റഡിയിൽ ചെന്നിട്ടുണ്ടെന്നാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആ സമയത്ത് പുതിയ പ്രതി എത്രമാത്രം ആരോപണം പ്രതിക്ക് പോലുമില്ല. അല്ല, അവിടെ പ്രതിക്കില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ കസ്റ്റഡിയിൽ പെട്ട പ്രതി എത്രമാത്രം ബോധവാന്മാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതിക്ക് പറയാൻ കഴിയില്ലല്ലോ. അല്ല, പക്ഷെ അത് വളരെ വിചിത്രമായിരിക്കും. മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയുടെ കയ്യിലെ DNA സാമ്പിളിൽ ഈ പ്രതിയുടെ DNA സാമ്പിൾ എങ്ങനെ വരും? അരുണ, പ്രതി അവിടെ ചെന്ന ശേഷമുള്ള ഡേറ്റിലാണ് ഹൈദരാബാദ് വെച്ചിട്ട് ഈ പ്രതി DNA തിരിച്ചറിയപ്പെടുന്ന ടെസ്റ്റ് നടന്നിരിക്കുന്നത്. അല്ല, പ്രതിയുടെ DNA എടുക്കുന്നത് എപ്പോഴോ ആവട്ടെ, പക്ഷേ ഈ സംഭവ സ്ഥലത്ത് നിന്നും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഈ നെയിൽ ക്ലിപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഈ DNA ഉണ്ടല്ലോ, അതെങ്ങനെ പിന്നീട് ആ ബോഡിയിൽ തിരികെ കയറ്റാൻ പറ്റും? ഒക്കെ നടന്നാൽ കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ളൊരു തെളിവുകൾ അട്ടിമറിക്കപ്പെടുകയില്ല. അങ്ങനെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലല്ലോ. അല്ല, ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാവും, ഒരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തെളിഞ്ഞ കുട്ടിയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ പഞ്ചായത്തുകാർ നിർബന്ധപൂർവ്വം പറഞ്ഞതാണ്. അത് നടത്തിയില്ല. ശേഷം പഞ്ചായത്തുള്ള സാധാരണ ജനങ്ങളെ വെച്ചുകൊണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി. ശേഷം ആ ബോഡി എന്താണ് ചെയ്തത്? എത്രയും പെട്ടെന്ന് കുറുമ്പ് പോലീസിൻ്റെ ലെറ്ററോട് കൂടി പെട്ടെന്ന് എന്ത് ചെയ്തു? സംസ്കരിച്ചു, അല്ലെങ്കിൽ വൈദ്യ ശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. എല്ലാ തെളിവുകളും 1ാം ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടാക്കിയിരിക്കുന്ന കൃത്രിമ തെളിവാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എനിക്കത് മനസ്സിലായി. പക്ഷേ എൻ്റെ ആർഗ്യുമെന്റ് ഇതാണ്, ജിഷയുടെ നെയിൽ ക്ലിപ്പിംഗിൽ നിന്നും കണ്ടെത്തിയ പ്രതിയുടെ DNA എന്ന് പറയുന്നു. അപ്പോൾ ജിഷയുടെ നെയിൽ ക്ലിപ്പിൽ നിന്ന് DNA സാമ്പിളിന് വേണ്ടിയിട്ടൊരു സാമ്പിൾ കണ്ടെത്തിയിട്ടുണ്ടാകുമല്ലോ. അതെങ്ങനെയാണ് പിന്നീട് ഒരു ദിവസം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക? ക്ഷമിക്കണം, ഈ പെൺകുട്ടിയുടെ പേര് പറയാൻ നമുക്ക് കഴിയില്ല, ജെ എന്നാണ്, ഞാനത് പിൻവലിക്കുന്നു. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ നെയിൽ ക്ലിപ്പിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന DNA സാമ്പിൾ ഉണ്ടല്ലോ, ആ DNA സാമ്പിൾ എങ്ങനെയാണ് പിന്നീട് അവിടെ തിരികെ കയറ്റാൻ കഴിയുക?
അല്ല, ആ DNA സാമ്പിൾ എപ്പോഴാണ് കോടതിയിൽ അല്ലെങ്കിൽ പരിശോധനയ്ക്ക് അയച്ചത്, എന്നാണ് റിപ്പോർട്ട് നൽകേണ്ടത് എന്നുള്ള കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടത്. അത് വിശ്വസനീയ സാഹചര്യമല്ല ആ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് നിലവിൽ ഒരു വിശദമായ അന്വേഷണമാണ് ആവശ്യം.